യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന് എതിരെയുള്ള ആരോപണങ്ങളിൽ മറുപടിയില്ലാതെ യൂത്ത് ലീഗ് ദേശീയ നേതൃത്വം ആരോപണങ്ങൾക്കുള്ള മറുപടി പി കെ ഫിറോസ് നൽകും. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും എന്നുമാണ് ദേശീയ നേതൃത്വം ഇതേക്കുറിച്ച് പറയുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം രേഖകൾ സഹിതം ഹാജരാക്കി ഡോക്ടർ കെ ടി ജലീൽ വാർത്താ സമ്മേളനം നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പി കെ ഫിറോസ് പ്രതികരിക്കുന്നില്ല, സംസ്ഥാന ലീഗ് യൂത്ത് ലീഗ് പ്രതികരിക്കുന്നില്ല, മുസ്ലിം ലീഗ് നേതൃത്വം പ്രതികരിക്കുന്നില്ല. അപ്പോഴും ദേശീയ നേതൃത്വവും അതേ ലൈനാണോ സ്വീകരിക്കുന്നത്, ഒന്നും മിണ്ടാതിരിക്കുക? ശരത്ത്, തീർച്ചയായും പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ മറുപടിയില്ലാത്ത നിലപാടാണ് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതൃത്വത്തിനും ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ മറുപടി പറയാനില്ല. എന്തായാലും ഈ ആരോപണങ്ങൾക്കൊക്കെ തന്നെയും പി കെ ഫിറോസ് തന്നെ മറുപടി പറയുകയും ചെയ്യും. അതോടൊപ്പം പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുമെന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം കെ ടി ജലീൽ ഉയർത്തിയിട്ടുള്ള വാദങ്ങളൊക്കെ തന്നെയും അത് രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണ്. യോഗായുക്തയിലൂടെ കെ ടി ജലീലിന് വലിയ തിരിച്ചടിയുണ്ടായി. അതിൻ്റെ പകപോക്കൽ മാത്രമാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തിനകത്തെ ഘടകങ്ങൾക്കൊപ്പം തന്നെ ദേശീയ നേതൃത്വം സമാന സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. എന്തായാലും ഇനി പി കെ ഫിറോസിൻ്റെ മറുപടിക്കായി തന്നെയാണ് കാത്തിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ തെളിവ് സഹിതം തന്നെയാണ് കെ ടി ജലീൽ ഉയർത്തുകയും വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഒരു അല്പസമയം മുമ്പ് പോലും കെ ടി ജലീലിൻ്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, തെളിവ് സഹിതമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്ന സമയത്തും മറച്ചുവെച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെ ടി ജലീൽ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തൻ്റെ നിലപാടുകളിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും കെ ടി ജലീലിനെതിരെ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ ദേശീയ നേതൃത്വം ഇതുവരെയും തയ്യാറാവുന്നില്ല. ശരത്, പി കെ ഫിറോസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കാനാകാതെ നിൽക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതൃത്വം. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഡോക്ടർ കെ ടി ജലീൽ ഉന്നയിച്ചത്. അതായത് ഗൾഫ് കേന്ദ്രീകരിച്ച്, ദുബായ് കേന്ദ്രീകരിച്ച് അവിടുത്തെ ഒരു കമ്പനിയിൽ ഒരു ജീവനക്കാരനാണ് എന്ന നിലയിൽ വ്യാജരേഖയുണ്ടാക്കി പ്രതിമാസം 5 ലക്ഷത്തോളം രൂപ തുടർച്ചയായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. ആ നിലയിലുള്ള രേഖകൾ ചമച്ചിരിക്കുന്നു. അതേസമയം ഇവിടെ പൊതുപ്രവർത്തകനായി നിൽക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകൾ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത വിവരങ്ങളിലൊക്കെ ഇതിൻ്റെ വൈരുദ്ധ്യങ്ങളൊക്കെ നിഴലിക്കുന്നു. അതുപോലെ തന്നെ മുണ്ടുപിരിവ്, ധോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളും ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും ഒക്കെയാണ് ജലീൽ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. പക്ഷേ അതേക്കുറിച്ചൊന്നും നാളിതുവരെ പ്രതികരിക്കാൻ പി കെ ഫിറോസോ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളോ അതുപോലെ മുസ്ലിം ലീഗ് നേതൃത്വമോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.